RSSകാർക്കെതിരെയുള്ള ഏതു തരം വിവാദത്തിലും ശബ്ദമാണ് പിണറായി, സാന്നിധ്യമാണ് പിണറായി. അതിന് ചില പൂർവ്വകാല ചരിത്രം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. കാര്യം ഇന്നിപ്പോൾ അദ്ദേഹത്തെ വിദഗ്ധമായിട്ട് RSSൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കെട്ടാനായിട്ട് കേരളത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും സുഡാപ്പിക്കാരും ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഒടുവിൽ RSS വാലുപൊക്കിയ സിനിമയോട് പോലും അത് നേരിട്ട് കണ്ട് ഐക്യപ്പെട്ട പിണറായി വിജയൻ നേരത്തെയും കേരളത്തിൽ RSSകാർ എപ്പോഴൊക്കെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ അതിനോട് എങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചിരുന്നതെന്ന് നാട് ഓർക്കേണ്ട സന്ദർഭമാണ്. കാര്യം ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നമ്മൾ നടത്തേണ്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുൻപ് RSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പിണറായി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്, അതൊന്ന് കാണേണ്ടതാണ്. ഇന്നിപ്പോൾ എന്തുകൊണ്ട് RSSന് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ പിണറായി വിജയനെതിരെ നിരന്തരം ദുഷിപ്പുകളും നിരന്തരം തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം ആ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, ഭയപ്പെടേണ്ടതില്ല. ഭയപ്പാട് ലേശം വന്നിട്ടുണ്ടോ എന്നൊരു ശങ്ക. തല്ലുകൊണ്ടിട്ടും RSS ആണെന്ന് പറയാൻ മടി കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ മടിക്കേണ്ടതായിട്ടില്ല. സ്വാഗത പ്രസംഗത്തിൽ